നമസ്കാരം. അമരവാണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക്, വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ടും വാസ്തുശാസ്ത്ര നിയമമനുസരിച്ചുള്ള വീട് നിർമ്മാണത്തെക്കുറിച്ചും അതിലുള്ള അപാകതകളെക്കുറിച്ചുമൊക്കെയാണല്ലോ നമ്മളിപ്പോൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വാസ്തുവിലുള്ള താല്പര്യക്കുറവ് കൊണ്ടോ ഒക്കെ നമ്മളെ വീടിൻ്റെ നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ട് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവുകയും ആ അപാകതകൾ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയുകയും ചെയ്തു എന്നിരിക്കെ നമുക്കതിനൊരു പരിഹാരം വേണമല്ലോ. തീർച്ചയായിട്ടും നമുക്കതിനൊരു പരിഹാരം വേണം. ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരിഹാരം യഥാർത്ഥത്തിൽ ഉണ്ടോ? ഈ വീട് പൊളിച്ചു മാറ്റണോ അല്ലെങ്കിൽ ചില ക്രമീകരണങ്ങൾ നടത്തണോ? ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ചോദ്യങ്ങളും അതുപോലെയുള്ള റെമഡികൾ കാര്യങ്ങളൊക്കെ പലതരത്തിലും ഇതിന് വഴികൾ ഉണ്ടെങ്കിലും ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. വീട് പൊളിക്കാനോ അല്ലെങ്കിൽ മാറ്റിപ്പണിയാനോ അല്ലെങ്കിൽ അവിടെ ജനൽ വയ്ക്കാനോ ഇതിനൊന്നും സാഹചര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കോണിപ്പടി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയായ സ്ഥാനത്തല്ലെങ്കിൽ നമുക്കൊരിക്കലും അത് മാറ്റാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷേ നമുക്ക് വീട് വിറ്റ് പോകാനും സാധ്യമല്ല. ഇതിനൊന്നും കഴിയാത്തവർക്ക് ചെയ്യാവുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാര പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ ഒരു പദ്ധതി നമുക്ക് നമ്മൾ ചെയ്യേണ്ടതും മാത്രവുമല്ല, അതിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനമനുസരിച്ചായിരിക്കും ഇരിക്കുക. ഈ പ്രതിവിധി ചെയ്യേണ്ടത് ഈ വീടിൻ്റെ ആ ഗൃഹനാഥൻ തന്നെയാണ്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. എല്ലാവരും അത് ചെയ്യാൻ തയ്യാറായാൽ വലിയ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ആ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒരാൾ ചെയ്യുന്നതിലുപരി എല്ലാവരും കൂട്ടായിട്ട് പല സമയത്ത് ഈ ഒരു പരിഹാരക്രിയ ചെയ്യുകയാണെങ്കിൽ വലിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം തന്നെ ആ വീട്ടിലുണ്ടാവും എന്നുള്ളതിന് 100% ഉറപ്പ് തരികയാണ്. അപ്പോൾ ആ ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും ഡീപ്പായി, ഏറ്റവും ശ്രദ്ധയോടുകൂടി ഡീപ്പായി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ആ ഒരു പരിഹാരം. നാം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളോ എല്ലാവരും ഒന്നിച്ചോ ആ വീട്ടിലിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത്, കൃത്യമായ സമയത്ത് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ആ വീടിൻ്റെ അനുഭവവും ചിത്രവും നേരെ വലിയ അനുകൂലമായ സാഹചര്യത്തിലേക്ക് വരുമെന്നുള്ളതിന് വീണ്ടും ഉറപ്പ് തരികയാണ്. കാരണം യോഗശാസ്ത്രവും വാസ്തുശാസ്ത്രവും രണ്ടല്ല, ഒന്നാണ് എന്നുള്ളതിലേക്കാണ് ഇത് എത്തി നിൽക്കുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള സാഹചര്യം നമ്മളെ വീട്ടിലാദ്യം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. ധ്യാനത്തിലേക്കോ സമാധിയിലേക്കോ അത്തരത്തിലുള്ള ഉയർന്ന മേഖലയിലേക്കോ നമുക്ക് എത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാണ്ടിരിക്കരുത്. കാരണം നിങ്ങൾ എത്ര ചെയ്തോ അത്രയും ഗുണം എന്തായാലും കിട്ടും എന്നുള്ളതിന് ഉറപ്പ് തരികയാണ്. മെഡിറ്റേഷൻ എന്ന വാക്ക്, ധ്യാനം എന്നുള്ള വാക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി
ഈ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ആ ഒരു മെഡിറ്റേഷൻ രീതി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിലെ പ്രധാന സെൻട്രൽ ഭാഗത്ത്, അതായത് ബ്രഹ്മസ്ഥാനം അല്ലെങ്കിൽ ഒരു മധ്യസ്ഥാനം, ഏകദേശം ഒരു മദ്യം കിട്ടുന്നൊരു സെൻട്രൽ സ്ഥാനം ഉണ്ടായിരിക്കും. ഒന്നുകിൽ അവിടെ, അല്ല എങ്കിൽ നിങ്ങൾ വീടിൻ്റെ ആരാധന നടത്തുന്ന ഏതെങ്കിലും കോർണർ ഉണ്ടെങ്കിൽ അവിടെ. ഏറ്റവും നല്ലത് ഹാളിൽ എന്നാണ് പറയുന്നത്. ഹാള് മിക്കവാറും ഏകദേശം സെൻട്രലായിരിക്കും. അപ്പോൾ ആ ഹാളിൽ മറ്റുള്ളവരുടെ തടസ്സങ്ങൾ ഇല്ലാത്ത സമയം നോക്കി, അത് മോർണിംഗിലോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഏതാണോ നമുക്ക് കംഫർട്ടായിട്ടുള്ള സമയം അത് നമ്മൾ തിരഞ്ഞെടുക്കുക. വീട്ടിൽ മറ്റു അപസ്വരങ്ങൾ, മറ്റുള്ള തിരക്കുകളൊക്കെ ഇല്ലാത്ത ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. എന്തെങ്കിലും ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഷീറ്റോ, വളരെ സ്മൂത്തായിട്ടുള്ള, ഇരുന്ന് കഴിഞ്ഞാൽ കാല് വേദനിക്കാത്ത രീതിയിലുള്ള ഒരു ഷീറ്റോ, നമുക്കിരിക്കാൻ ഉയർന്ന ഒരു ചെറിയ എന്തെങ്കിലും ഒരു കുഷ്യൻ പോലെയുള്ളതോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് നടുനിവർത്തി ഇരിക്കാനുള്ള ഒരു സ്പേസ് ആദ്യം നമ്മൾ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ആ സ്പേസിൽ കിഴക്കോട്ട് അഭിമുഖമായിട്ട് തിരിഞ്ഞ് നടുനിവർത്തിയിരിക്കുക. നട്ടെല്ല് സ്ട്രൈറ്റായിട്ട്, കഴുത്ത് നേരെ, കൈകൾ ഈ രീതിയിൽ ചിന്മുദ്രയിൽ വെച്ച് നമ്മുടെ കാൽമുട്ടിൽ വളരെ സിമ്പിളായിട്ട് റെസ്റ്റ് ചെയ്യുക. കൈമുട്ടുകൾ അഴച്ചു വെച്ച് വളരെ സിമ്പിളായിട്ട് നട്ടെല്ല് നിവർത്തി സാവധാനം ഡീപ്പായിട്ട്, ദീർഘമായിട്ട്, വളരെ സാവധാനത്തിൽ ശ്വാസമെടുത്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട്, ഒരിക്കലും ശ്വാസം പിടിച്ചു വെക്കരുത്. പുറത്തും പിടിച്ചു വെക്കരുത്, അകത്തും പിടിച്ചു വെക്കരുത്. ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ഇത് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ വേണം ശ്വാസം എടുക്കാൻ, സാവധാനത്തിൽ വേണം എന്നുള്ളൂ. അതുപോലത്തെ സാവധാനത്തിൽ, നമ്മുടെ നിയന്ത്രണത്തിൽ, സാവധാന നിയന്ത്രണം കൊടുന്ന് ശ്വാസത്തെ ദീർഘമായിട്ട് ഒരു 5 തവണ ദീർഘ ശ്വാസം സാവധാനം എടുത്ത് നട്ടെല്ല് നിവർത്തി, ആ ശ്വാസം അവസാനിക്കുന്നതോട് ഒപ്പം സാവധാനം കണ്ണുകളടച്ച് നമ്മൾ വിശ്രമിക്കുക. എന്തെങ്കിലും മന്ത്രങ്ങളോ എന്തെങ്കിലും നാമങ്ങളോ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അത് ചൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അത് മനസ്സ്, നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ പല വഴിക്ക് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു നാമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ, നമുക്ക് ഇഷ്ടമുള്ള പോസിറ്റീവായിട്ടുള്ള, നമ്മുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളെ മനസ്സിനെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സൈലൻ്റായിട്ട് 10 മിനിറ്റ് അനങ്ങാതെ ഇരിക്കുക എന്നുള്ളതാണ്. നടു നിവർത്തി 10 മിനിറ്റ് അനങ്ങാതെ ഇരിക്കുക. മനസ്സിൽ മന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു സംശയം ഉണ്ടാകും, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ച് മറ്റു ചിന്തകളൊന്നും കടന്നു വരാതെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ദൂരേക്കൊന്നും പോവാതെ ഇരിക്കാൻ നമുക്ക് പറ്റുമോ? അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് അടങ്ങി ഒതുങ്ങി അനങ്ങാതെ ഇരിക്കാൻ സാധിക്കുമോ എന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് അത് ക്രമേണ മെഡിറ്റേഷൻ്റെ ആ സ്ഥിതിയിലേക്ക് എത്തിക്കോളും.
ഇത് വിടാതെ നിങ്ങൾ സ്ഥിരമായി ഒരേ സമയത്ത് 41 ദിവസം സ്ഥിരമായി ചെയ്യുക. അപ്പോൾ സമയം തിരഞ്ഞെടുക്കേണ്ടത് നമുക്കും മറ്റുള്ളവർക്കും വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ നമ്മുടെ ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ തടസ്സമില്ലാത്ത ഒരു സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കാം. ഏറ്റവും നല്ലത് ഏറ്റവും പ്രഭാതത്തിൽ 3:30-ക്കും 5:30-ക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ് വേണ്ടത്. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞ 10 മിനിറ്റ്. ഏറ്റവും മാക്സിമം സമയം അരമണിക്കൂർ വരെ നമുക്ക് ഇരിക്കാൻ സാധിക്കണം. 10 മിനിറ്റ്, 20 മിനിറ്റ്, 30 മിനിറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം. മാക്സിമം 30 മിനിറ്റ്, മിനിമം 10 മിനിറ്റ് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ആവറേജ് ഒരു 20 മിനിറ്റെങ്കിലും കംഫർട്ടായിട്ട് നടുനിവർത്തി അനങ്ങാണ്ട് ഇരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ ഒരു ഭാഗം. അത് നമുക്കൊരു സാഹചര്യം സൃഷ്ടിക്കാം. മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള, ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് ഒരാളെ മെഡിറ്റേഷൻ ചെയ്യിക്കാനോ ഒന്നും നമുക്ക് പഠിപ്പിക്കാനോ സാധ്യമല്ലാത്തൊരു കാര്യമാണ് മെഡിറ്റേഷൻ. അത് നമ്മൾ സ്വാഭാവികമായും നമ്മളതിലേക്ക് പോവുകയാണ് ചെയ്യുക. നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല, ഒരാളെ ഉറക്കാനും സാധിക്കില്ല. പക്ഷേ നമുക്ക് ഉറങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. ഉറങ്ങാൻ നമുക്ക് കിടക്കാം, കണ്ണടയ്ക്കാം, ഒക്കെ ചെയ്യാം, സാഹചര്യം സൃഷ്ടിക്കാം. സ്വാഭാവികമായിട്ട് ആ ഉറക്കത്തിലേക്ക് നമ്മൾ വഴുതി വീഴുന്നത് പോലെ ആയിരിക്കും മെഡിറ്റേഷനിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യുകയാണെങ്കിൽ വലിയ പവർഫുള്ളായിരിക്കും നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുക. ഇത് ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ രാവിലെ ഒരു സമയവും വൈകുന്നേരം ഒരു സമയവും തിരഞ്ഞെടുത്ത് 2 നേരം ഇത് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഗൃഹസംബന്ധമായിട്ട്, വ്യക്തി സംബന്ധമായിട്ട് എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം അതിൽ നിന്നും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷേ കാത്തിരിക്കണം, പരിശ്രമിക്കണം. ഇതിന് യാതൊരു പണത്തിൻ്റെ ചിലവോ ഇല്ല, ഒരു അഭ്യാസങ്ങൾ അറിയേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. കണ്ണടച്ച് സൈലൻ്റായിട്ട് ഇരിക്കുക മാത്രം ചെയ്യുക. മനസ്സ് പല വഴിക്ക് പോവട്ടെ, വരട്ടെ, അതിലേക്കൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ അനങ്ങാതെ ഇരിക്കുക എന്നുള്ളത് നമ്മൾ പരിശീലിച്ചേ പറ്റൂ. അപ്പോൾ അനങ്ങാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മളെ വ്യക്തിയിലുണ്ടാകുന്ന, നമ്മളെ ഉറയിലുണ്ടാകുന്ന, നമ്മളെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന നമ്മളെ എനർജി തീർച്ചയായിട്ടും നമ്മുടെ വീട്, അതുപോലെ നമ്മുടെ മതിൽക്കെട്ടിനുള്ളിലേക്ക് അത് പ്രസരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതിൽ ഒരു വിശ്വാസത്തിൻ്റെയും പ്രശ്നമില്ല. ഏതൊരു വിശ്വാസിക്കും ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതി നിങ്ങൾ അവലംബിച്ച് ഒരു 41 ദിവസത്തിലപ്പുറം നിത്യേന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ സംഭവങ്ങൾ, വലിയ വലിയ വിജയങ്ങൾ, സന്തോഷവും സമാധാനവും ഏകാഗ്രതയും, നമുക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണമോ, എന്തൊക്കെ ക്വാളിറ്റി നമുക്ക് വേണമോ എല്ലാം നമുക്ക് ഈ മെഡിറ്റേഷൻ പ്രോസസ്സിൽ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് പറയാനാവൂ. അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് പെർഫെക്ഷനായോ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് മിണ്ടാതെ അനങ്ങാതെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കും. അപ്പം എല്ലാവർക്കും ഈ നമ്മുടെ വാസ്തു സംബന്ധമായിട്ടുള്ള, ഗൃഹസംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ പ്രയാസങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രോഗങ്ങളോ അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങളോ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാവട്ടെ, 2 നേരം നിങ്ങൾ ജീവിതത്തിൽ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മാത്രമേ
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എത്രയോ സമയം 24 മണിക്കൂർ ഒരാൾക്കുണ്ട്. അതിൽ വെറും അരമണിക്കൂറേ ചോദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 20 മിനിറ്റേ വേണ്ടതുള്ളൂ, അതുമല്ലെങ്കിൽ 10 മിനിറ്റേ വേണ്ടതുള്ളൂ. അപ്പോൾ ഘട്ടമായി നിങ്ങൾ അത് ചെയ്യൂ. സ്ഥിരമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ വളരെ നന്ന്. ആരെങ്കിലും ചെയ്ത് അതിന് റിസൾട്ടോ അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.